നമ്മുടെ കേരളത്തിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പിന്നെ ബിയറാണെങ്കിൽ 50 ലക്ഷത്തിലധികം ബോട്ടിലാണ്, 10 ലക്ഷത്തിലധികമാണ് വിദേശ മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അത് മുഴുവൻ കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും. ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് പാലക്കാട് എന്ന് പുള്ളി പക്ഷേ എനിക്കതിൽ വിയോജിപ്പുണ്ട്. എന്തുകൊണ്ടാണ് പാലക്കാട് ഈ പറയുന്ന കൊക്കക്കോള ഫാക്ടറി വന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആക്സസ് എളുപ്പമാണ്, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എളുപ്പമാണ് ആക്സസ്. ഇതുപോലെ തന്നെയാണ് എല്ലാ വിദേശ കമ്പനികളും കേരളത്തിന് പുറത്തുള്ള കമ്പനികളെല്ലാം ഈ പാലക്കാട് തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാരണം അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആക്സസ് എളുപ്പമാണ്. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്ക് ആക്സസ്, അതാണ് ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പാലക്കാട് പ്രിഫർ ചെയ്യാം. കാരണം ഇപ്പോൾ വരുന്നത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ടച്ച് ചെയ്ത് കർണാടകയിൽ പോയി ഗോവ വഴി വരുന്ന നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷന് എളുപ്പമാവും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒയാസിസിനെ സംബന്ധിച്ചിടത്തോളം ഒയാസിസ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഈ പറയുന്ന ബിയർ ആൻഡ് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം 1 കോടി കേസിലധികം മദ്യമാണ് ഗോവ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനേക്കാളും അതിൻ്റെ ഏകദേശം അത്ര തന്നെ മദ്യമാണ് കർണാടക ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെയും ഈ വെള്ളവും ഈ പറയുന്ന സംവിധാനമൊക്കെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയായാലും ഗോവയായാലും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. മുല്ലപ്പെരിയാറിൽ നിന്ന് പൈപ്പ് മാർഗം വെള്ളം കൊണ്ടുപോയിട്ട് 4 ഡിസ്ട്രിക്റ്റാണ് തമിഴ്നാട്ടിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത്. 4 ജില്ലയിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ എലപ്പുള്ളി പഞ്ചായത്താണല്ലോ പാലക്കാട് ജില്ലയിലുള്ളത്. എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന അവിടെ കുഴൽക്കിണർ കുത്തിയിട്ടൊന്നും അവിടെ വെള്ളം എടുക്കില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ ഈ പറയുന്ന ഇതിന് എതിര് നിൽക്കുന്ന പാർട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവിടെ കുഴൽക്കിണം കിട്ടിയപ്പോൾ 2 ലക്ഷം ലിറ്റർ ഒരു ദിവസം കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. കാരണം 100 കോടി ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു വർഷം ഒരു മഴക്കാലത്ത്, അതിനധികം വെള്ളമാണ് ഒരു മഴക്കാലത്ത് നമ്മൾ കടലിലേക്ക് ഒഴുക്കി കളയുന്നത് 100 കോടി ലക്ഷം ലിറ്ററിന്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ ഒരു സ്റ്റേറ്റ് ഇരുന്നിട്ട് നമ്മളിവിടെ പറയുകയാണ് ഒരു ഡിസ്റ്റിലറി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ബ്രൂവറി വന്നുകൊണ്ട് വെള്ളം കിട്ടാതെ ആ നാട്ടിലെ ജനങ്ങൾ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നത് ഇത്രയും ശുദ്ധ വിഡ്ഢിത്തര വേറെ ഇല്ല എന്നുള്ള ഞാൻ പറയാം. അല്ലല്ലോ, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്നത് പോലെ ശരിയാണ്, കുടിവെള്ളം കിട്ടുന്നില്ല, വാട്ടർ അതോറിറ്റിക്ക് കുടിവെള്ളം, അത് വേറെ പദ്ധതിയാണെന്ന്. അത് ഓരോ വീട്ടിൽ കൂടെ വെള്ളം എത്തിക്കണം. ഇതെന്ന് പറയുന്നത് ഒരു വലിയ പൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, ഒറ്റ പൈപ്പിൻ്റെ പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ പറയാം ഏത് ജില്ലയിലാണ് വെള്ളം ഉള്ളത്? ആ ജില്ലയിൽ നിന്നൊരു പൈപ്പ് കൊണ്ടുവന്നാൽ മതി അവിടേക്ക്, ഏത് ജില്ലയിലായിക്കോട്ടെ ആ ജില്ലയിൽ നിന്ന് പൈപ്പ് കൊണ്ടുവന്നാൽ അവിടെ വെള്ളം എത്തും. അത് ഈ പറയുന്ന ഈ മലമ്പുഴ ഡാമിൽ നിന്ന് മാത്രം എടുക്കണം ഒരു നിർബന്ധമില്ല. വേണ്ട, അത് എടുക്കുന്ന നിർബന്ധമില്ല. നിങ്ങൾ പറഞ്ഞ പദ്ധതി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കഴിയുന്നതിന് മുന്നേ എനിക്കറിയാം, പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് എന്താണ്, ഈ ചിറ്റൂർ ഫാക്ടറിയിലേക്കും അവിടേക്കൊന്നും ഇവര് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാൻ എഗ്രിമെന്റ് ഇല്ല. അവര് എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, ഞാനല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് അത് ലാഭം ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കണം. ആ ലാഭം കൊടുക്കുക ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പറ്റുമെന്ന് അവർക്കറിയില്ലല്ലോ. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കുടിവെള്ളം എന്ത് പറഞ്ഞാലും കുടിവെള്ളം എന്ന് പറയും. കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മതിക്കില്ല. എന്താണ് വ്യവസായം വരാൻ സമ്മതിക്കാത്തതിന് കാരണം? ഈ പറയുന്ന ഇപ്പം ഇവരെന്ത് അർത്ഥത്തിൽ പറഞ്ഞാലും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, കേരളത്തിലെ നല്ല മദ്യം കൊടുക്കാനാണ് ഈ പറയുന്ന സംവിധാനം കേരളത്തിൽ തുടങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊന്നുമല്ല, ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്ന കുറവായിരിക്കും. ഏതാണ് ഒരു ലോറിയിൽ ഏകദേശം 400 കേസ് മദ്യമാണ് വരിക, അല്ലെങ്കിൽ 500 കേസ് മദ്യമാണ് വരുന്നത് വയ്ക്കുക. ഓരോ കേസ് വരണം. ഇവിടെ ഇത് അങ്ങനെയല്ല. ബ്രൂവറിയും ഡിസ്റ്റിലറിയും സ്റ്റാർട്ട് ചെയ്താൽ എന്താ പറയുക, ബോട്ട്ലിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ബോട്ട്ലിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറോ ഒരു ടാങ്കറോ 2 ടാങ്കറോ ഈ പറയുന്ന സ്പിരിറ്റോ സാധനം വന്നാൽ മതി. ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബോട്ടിൽ ചെയ്യുന്നതും ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നതും. അപ്പോൾ അത്രയും ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞു. ഇവിടെ 860 മദ്യശാലകളിലേക്ക് മദ്യം കൊണ്ടുവരുന്നത് മുഴുവൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടാണോ? അതിനുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ ശൈലി, അതിനുണ്ടാക്കുന്ന ഗവൺമെൻറ് കിട്ടുന്ന ശൈലി എന്താണെന്ന് മനസ്സിലാക്കും. ഒരു സ്റ്റേറ്റ് ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റിന് 40% പണം ഉണ്ടാക്കുന്ന ഈ പറയുന്ന ബോട്ട്ലിംഗ് പ്ലാന്റിൽ കൂടെയാണ് അത് മുഴുവൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ വരില്ലെന്ന് പറയും. അതിന് പറയുന്ന ഒരു കാരണം എന്താണ്? വെള്ളം. ഈ എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്. ആ പഞ്ചായത്തിൽ നിങ്ങൾ കോൺഗ്രസിന് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ടെന്ന്. ആ എലപ്പുള്ളി പഞ്ചായത്ത് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട. അവിടെ ഞാൻ പറയാം, ഒരു ബോട്ട്ലിംഗ് പ്ലാന്റിലോ ഒരു ബ്രൂവറിയിലോ ഒരു പറയുന്ന ബിയർ മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ അല്ലെങ്കിൽ മദ്യം മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ 1% പോലും വേസ്റ്റേജ് വരാനില്ല. കാരണം എന്താ?
ഈ പറയുന്ന ബോട്ടിൽ ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്, മദ്യം ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്, അത് പറഞ്ഞാൽ ഈ സ്പിരിറ്റ് ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് പറയുക അസംസ്കൃത വസ്തു ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. ആകെ യൂസ് ചെയ്യുന്ന സാധനം വെള്ളം മാത്രമാണ്. ആ വെള്ളം കേരളത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം. ചോദിച്ചോട്ടെ, പഞ്ചാബിൽ എന്തിനാ പൂട്ടിപ്പോയത്? പഞ്ചാബിൽ ഉണ്ടാകുന്നത് ഈ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ പദ്ധതിൻ്റെ കണക്ക് നോക്കിക്കോളൂ. നിങ്ങൾ അതിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്താണ്? ബോട്ടിലിംഗ് പ്ലാന്റ് മാത്രമാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് നിർത്തിക്കുമെന്ന് അനുമതി കൊടുക്കണ്ട. ഒന്നാം പ്ലാന്റ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാം ഘട്ടം എന്തെങ്കിലും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ സംവിധാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞാൻ പറയാം. പൈസ അങ്ങോട്ട് കൊണ്ട്, കാരണം ഒന്നാം ഘട്ടം നടപ്പിലാക്കട്ടെ എന്ന്. ഒന്നാം ഘട്ടം നടക്കില്ല. ആ ബോട്ടിലിംഗ് പ്ലാന്റ് ഈ പറയുന്ന സംസ്ഥാനത്ത് വരണം. അതിന് പ്രോത്സാഹനം കൊടുക്കണം. പ്രോത്സാഹനം കൊടുത്താൽ അത് കേരളത്തിന് മാത്രം വിറ്റഴിക്കാൻപ്പെട്ട മദ്യമല്ല, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കൊടുക്കാനുള്ള മദ്യമാണ്. നിങ്ങൾക്ക് എവിടെയാണോ വെള്ളം ഉള്ളത് അവിടുന്ന് വെള്ളം കൊണ്ട് കൊടുക്കാന്നാണ് പൈപ്പ് ഇടേണ്ടതെന്ന് പറയാം. അത് എവിടുന്ന് വേണം ഇട്ടോളൂ. കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദുബായ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഷാർജ, ദുബായ്, പിന്നെ GCC കൺട്രീസിലുള്ളൂ, അവിടെ കുഴിച്ചിട്ടാണോ വെള്ളം ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. അവിടെ മണ്ണ് കുഴിച്ചിട്ട് നമ്മളിവിടെ കിണർ കുത്തുന്നത്, കുഴക്കിണർ കുത്തിച്ചിട്ട് അവിടെ വെള്ളം ഉണ്ടാക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലും ഇത് പിന്നെ കടലിൽ നിന്നും വെള്ളം എടുത്ത് സംസ്കരിച്ചിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത്. അവിടെ മനുഷ്യൻ വെള്ളം യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു കേരളത്തിൽ മഴ പെയ്യുമ്പോഴും കിണർ കുത്തുമ്പോഴും കുഴക്കിണർ കുത്തുമ്പോഴും കിട്ടുന്ന വെള്ളമല്ല. അതിന് സംവിധാനത്തെ ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ എന്താ പറയുക, 10-40 വർഷമായിട്ട് പാച്ചിമട സമരത്തിൻ്റെ മുൻപിൽ നിന്ന് ആൾക്കാർ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുടിവെള്ളം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം എന്താ പറയുക, എലപ്പുള്ളി പഞ്ചായത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വെള്ളം എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം 24 ഏക്കർ ഒരു സ്ഥലത്ത് ഒരു ബോട്ടിംഗ് പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു രാജ്യമാണെന്ന് വെച്ചോളൂ, അങ്ങോട്ട് പൈസ. നിങ്ങളിത് ഗോവയിൽ ചെന്ന് പറഞ്ഞു നോക്കിയേ. ഗോവയിൽ ചെന്ന് ആ സംസ്ഥാനത്തിന് പ്ലാനിങ് ഉണ്ട്. എങ്ങനെയാണ് ബോട്ടിലിംഗ് പ്ലാന്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് പിന്നെ ബ്രൂവറി നടത്തേണ്ടത്, എങ്ങനെയാണ് ഡിസ്റ്റിലറി നടത്തുന്നത്, ആ സംസ്ഥാനത്തിന് ഒരു പ്ലാനുണ്ട്. ഇവിടെ മദ്യം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇവിടെ മദ്യം എങ്ങനെയാണ് ഈ പറയുന്ന 15 രൂപയ്ക്ക് 1 ലിറ്റർ മദ്യം ഉൽപ്പാദിക്കും, എന്നിട്ട് 850 രൂപയ്ക്ക് വിൽക്കും. എങ്ങനെ 850 രൂപയ്ക്ക് വിൽക്കുന്നത്? 200 ഇരട്ടി 500 ഇരട്ടി ലാഭം എടുക്കും. എന്നിട്ട് ഈ 15 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളത്തിന് എന്താ വില? ഒരു കുപ്പി വെള്ളത്തിനേക്കാളും കുറച്ചുണ്ടാക്കുന്ന ഒരു സാധനം അതിൻ്റെ 50 ഇരട്ടിയും 500 ഇരട്ടിയും വിലയ്ക്ക് ജനങ്ങളെ കുടിപ്പിക്കുക. അതിൻ്റെ ശരീരം കരളും കിഡ്നിയും സംവിധാനമൊക്കെ പോകും. 50 വയസ്സും 60 വയസ്സും കള്ളു കുടിക്കാൻ മരിച്ചു പോകണം. നല്ല മദ്യം ആവണമെന്നേ ഞാൻ പറയുന്നത്. അത്രയും ടാക്സ് കുറച്ച് കൊടുക്കണം ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ ബോട്ടിലിംഗ് പ്ലാന്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ ടാക്സ് കുറച്ചുകൂടെ നല്ല മദ്യം ജനങ്ങൾക്ക് കൊടുക്കണമെന്നേ. അതിൻ്റെ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കണ്ടേ? അല്ലാതെ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ ഗോവയിൽ പോയിട്ട് 15 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വരുന്ന മദ്യം 1 ലിറ്റർ 15 രൂപയ്ക്ക് മേടിച്ച് 500 ഇരട്ടി ടാക്സും കൊടുത്ത് 800-ഉം 1000-നും എടുത്ത് അത് ആ പൈസ എടുത്തിട്ട് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നതിനേക്കാളും എത്രയോ മര്യാദയുള്ള പണിയാണിത്. ബോട്ടിലിംഗ് പ്ലാന്റുകൾ ഇവിടെ ഉണ്ടല്ലോ. എവിടെയുണ്ട് ബോട്ടിലിംഗ് പ്ലാന്റ്? ഇപ്പൊ ജവാൻ എന്ന് പറയുന്ന മദ്യം സർക്കാർ എവിടെയാ ബോട്ടിലിംഗ്? ഞാൻ ഈ പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റ് കമ്പനി വരുന്നതിന് മുന്നേ അതിന്റെ പൂർവ്വ ചരിത്രം മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? പിന്നെ അദാനിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? അംബാനിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? അവർ ED അന്വേഷണം ഇല്ലാത്തവരാണോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അന്വേഷണം ഇല്ലാത്തവരാണോ, കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താത്തവരോ? ഏതെങ്കിലും ഒരു കമ്പനി വരുന്നതിന് മുന്നേ തന്നെ അവരെ കുറിച്ചുള്ള അലിഗേഷൻ മുഴുവൻ സംസ്ഥാനത്ത് മുഴുവൻ പരത്തും. അത് കഴിഞ്ഞിട്ട് ആ വരുന്നവരെ കൊണ്ട് ഇനി ലൈഫ് കേരളത്തെക്കുറിച്ച് അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടേക്കും. എന്നിട്ട് ഇവർ തിരിച്ചിട്ട് പോകും. 24 ഏക്കർ ഭൂമി പാലക്കാട് അവരുണ്ടെങ്കിൽ അവിടെ ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങി. ഈ ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങാനുള്ള പിന്നെ അവിടുത്തെ മിനിസ്റ്റർ പാലക്കാടുകാരനല്ലേ, അദ്ദേഹത്തിന് അറിയില്ല അവിടെ വെള്ള പ്രശ്നമുണ്ടെന്ന്. ഇന്നത്തെ ഉത്തരവ് കണ്ടായിരുന്നു. ഇന്നത്തെ ഉത്തരവിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത് ബോട്ടിലിംഗ് യൂണിറ്റ് ഉണ്ട്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് ഉണ്ട്, ബ്രാൻഡി വൈനറി പ്ലാന്റ് ഉണ്ട്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഉണ്ട്, എത്തനോൾ പ്ലാന്റ് ഉണ്ട്. അതായത് ഒരു ബോട്ടിലിംഗ് യൂണിറ്റ് അങ്ങോട്ട് അനുവദിച്ചാൽ ഉടനെ ഓടി ഇങ്ങോട്ട് വരുന്ന ഒരു കമ്പനിയല്ല ഒയാസിസ്. ബാക്കി ഈ പറയുന്ന എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ്, ഇതൊന്നും ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടതെന്നാണ് കരിമ്പാണ്. കൃഷി ചെയ്യുന്നുണ്ടോ കേരളത്തിൽ? ഇല്ല. രണ്ടാമത് നെല്ല്, നമ്മൾ അതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതൊന്നും ഇവിടെ നടപ്പില്ലാത്ത കേസാണ്. നിങ്ങൾ ഒരു കമ്പനി, ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ആ കമ്പനീൻ്റെ ഒബ്ജക്റ്റിൽ എഴുതി വെക്കും, ഞാൻ IT ഈ റിപ്പോർട്ടർ TV നോക്കുക. റിപ്പോർട്ടർ TV ചാനൽ റിലേറ്റഡ് കമ്പനികൾ, IT റിലേറ്റഡ് കമ്പനികൾ, ഞാൻ പറയുന്ന പോലെ എന്താണ് വെബ്സൈറ്റ് റിലേറ്റഡ് കമ്പനികൾ, അതുപോലെ തന്നെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. ഒരു ബ്രൂവറി കമ്പനി അല്ലെങ്കിൽ ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി എന്തൊക്കെ ചെയ്തു വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ഞാനും സർക്കാരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെക്കും. എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന സാധനം എന്തെങ്കിലും ഇവിടെ കിട്ടുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന കരിമ്പ് അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് അവർക്ക് അതിനേക്കാൾ സുഖം അവിടെയല്ലേ ഉണ്ടാക്കാൻ? ഇതെന്താണ് ഇത്? അതിൻ്റെ അകത്ത് വെച്ച കാര്യങ്ങളെ എല്ലാം മുന്നിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യല്ലേ വേണ്ടത്. ഞാൻ പറയുന്നത് എന്താണ്, എൻ്റെ ഒറ്റ കണ്ടീഷൻ, ഒറ്റ വാക്ക് ഇതിൻ്റെ അകത്തുള്ളൂ. നിങ്ങൾ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ ഇവിടുന്ന് ഓടിക്കരുത്.
വെള്ളം കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ടെന്നേ. പറഞ്ഞു വരുമ്പോൾ സംസാരിക്കല്ല അറിയാൻ പറയുന്നത്. വെള്ളമില്ല എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ കമ്പനിനെ ഓടിക്കരുത്. വെള്ളം കേരളത്തിലുണ്ട്. എലപ്പുള്ളി പഞ്ചായത്തിൽ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ എലപ്പുള്ളി പഞ്ചായത്തിൽ വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ടതേ. നിങ്ങളുടെ പഞ്ചായത്താണല്ലോ ഭരിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണല്ലോ. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട. വാട്ടർ അതോറിറ്റിയോട് പറയേണ്ടത് എന്താ? ഞങ്ങളുടെ ഈ സ്ഥലത്ത് നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നത്. ഓൾറെഡി പിന്നെ മലമ്പുഴ ഡാമിന് 2 കണ്ടീഷൻ ഉണ്ടല്ലോ. അവിടെ എന്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ആ വ്യക്തമായിട്ട് എഴുതി അതിനപ്പുറത്തേക്ക് എടുക്കാൻ സമ്മതിക്കേണ്ട. വാട്ടർ അതോറിറ്റിയല്ലേ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ വേറൊരു രസം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ എത്ര കുടിവെള്ള പ്ലാന്റ് ഉണ്ട്? ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത്? കുടിവെള്ള പ്ലാന്റ്. നമ്മുടെ ബോട്ടിൽ വാട്ടർ ഉണ്ടല്ലോ, 15 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ബോട്ടിൽ വാട്ടർ എത്ര ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ദിവസം? ഒരു മാസം എത്രയുണ്ട്? ഏകദേശം 1 കോടി ലിറ്ററിന് മേലെയാണ്. 1 കോടി. ഈ വെള്ളം എവിടുന്ന വരുന്നത്? ഈ പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റിൽ കൂടിയാണ്. നിങ്ങളെന്താ പറയുന്നത്? 2 ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുമ്പോഴത്തേക്കും കേരളത്തിലെ വെള്ളം മുഴുവൻ പറ്റി പോകുന്നുള്ള ശൈലിയിലാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല. അതിൻ്റെ ഏറ്റവും വലിയ എന്താ അറിയോ? 1500 പേർക്ക് ജോലി. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കടലിലേക്ക് ഒഴുകിക്കളയുന്ന വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. 1500 പേർക്ക് ജോലി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റ് ഇതിൽ നിന്നുണ്ടാ വരുമാനം. അതിനേക്കാളും ആ വരുമാനം കുറച്ച് കൊടുത്തില്ലെങ്കിൽ നല്ല മദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ്. 350 രൂപയ്ക്കും 400 രൂപയ്ക്കും പണിയെടുക്കുന്ന പാവങ്ങളെടുക്കുന്ന 1000-1500 രൂപയും പിരിച്ചിട്ട് അവർക്ക് മദ്യം ഉപയോഗിക്കാത്ത. കാരണം രാവിലെ തുടങ്ങി രാത്രി തോട്ടത്തിൽ തൂമ്പപ്പണി എടുക്കുന്ന ആൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കുറ്റി മദ്യം കുടിക്കണമെങ്കിൽ നിങ്ങൾ കുടി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ കുടി നിർത്താൻ പോകുന്നില്ല. അവർ 200 രൂപയ്ക്കും 150 രൂപയ്ക്കും കിട്ടുന്ന വ്യാജ മദ്യം അല്ലെങ്കിൽ അത് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ നിങ്ങൾ ബോട്ടിൽ പ്ലാൻ ഉണ്ടാക്കി കൊടുത്ത് നല്ല മദ്യം കൊടുക്കാനുള്ള സംവിധാനം. ഈ സംവിധാനത്തോട് സർക്കാർ ബോട്ടിലിംഗ് പ്ലാനിനോട് എടുക്കുന്ന തീരുമാനത്തിൽ ഞാൻ 100% സപ്പോർട്ട്. എൻ്റെ ഉത്തരവിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും നടപ്പാവില്ല എന്നും പറയാം. ഉത്തരവിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാർ കേരള ഗവൺമെൻറ് ഭരിക്കുന്ന കാര്യമില്ല. കേരള ഗവൺമെൻറ് ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ ഇന്ന് നിൽക്കുന്ന കമ്പനിയെ കേരളത്തിൽ ഏതുള്ളൂ കൊടുക്കില്ല. അല്ല, അന്നേരം ആലോചിച്ചാൽ പോരെ? നിങ്ങളിത് മുൻകൂട്ടി അതാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ കാര്യം. നിങ്ങൾ അഴിമതി ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കുകയാണോ? അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇന്ന മന്ത്രി ഇത്ര കോടി രൂപ വാങ്ങിയിട്ടാണ് പൈസ പിന്നെ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതെന്ന് പറയണം. അതിന് തെളിവില്ലല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ലോ. കാടടച്ച് വെടിവെക്കാണ് അഴിമതി. എന്താ അഴിമതി ഉണ്ടെങ്കിൽ ഈ 3 ദിവസമായിട്ട് പത്രസമ്മേളനം നടത്തുന്നത് 3 ദിവസമായിട്ട് അഴിമതി മുന്നോട്ട് വെക്കട്ടെ. അഴിമതി മുന്നോട്ട് വെച്ചിട്ട് പറയണം, ഇതാ ഇത്ര രൂപേൻ്റെ അഴിമതി നടത്തിയിട്ടുണ്ട്, ഇത്ര കോടി ഈ മന്ത്രി വാങ്ങിയില്ല, അല്ലെങ്കിൽ ഇത്ര സർക്കാർ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് അഴിമതി കൊടുത്തു. അങ്ങനെ പറയുന്നില്ലല്ലോ. മൊത്തത്തിൽ ഒറ്റവാക്കി തീർക്കും അഴിമതി എന്ന് പറഞ്ഞു. അതോടുകൂടി ആ പരിപാടി തീർക്കും. ഈ ഓയസിസ് എന്ന് പറഞ്ഞ കമ്പനി 2022 ഈ പറയുന്ന പാലക്കാട് ഈ കഞ്ചിക്കോട് വന്ന് 26 ഏക്കർ ഭൂമി വാങ്ങിച്ചത് വളരെ നിഷ്കളങ്കമായിട്ടാണല്ലേ? അവരുടെ പരിപാടി എന്താ? ആ വ്യവസായം എന്ന് പറഞ്ഞാൽ മദ്യവ്യവസായമല്ലോ. അപ്പൊ 26 ഏക്കർ ഭൂമി പാലക്കാട് വന്നിട്ട് 2 വർഷം മുമ്പ് ഇവിടെ ഒരു സാധ്യതയും മദ്യനയപ്രകാരം ഡിസ്ലേഷന് സാധ്യമല്ലാത്തൊരു സമയത്ത് 26 ഏക്കർ ഭൂമി അവിടെ വന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് നിഷ്കളങ്കമാണ്. നിങ്ങൾ അഴിമതി മണക്കുന്നുണ്ടെന്ന് പറയുക. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് കേസ് മദ്യം ഇറക്കുന്ന ഒരു കമ്പനിക്ക് അവരുടെ ബോട്ടിലിംഗ് പ്ലാന്റ് കേരളത്തിൽ പിന്നെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അനുമതി കിട്ടുന്ന സമയം വരെ അത് കിട്ടുന്നതിന് അവർക്ക് അല്ലാതെ അതിനേക്കാൾ നല്ലത് എന്താണ്? അവർക്ക് പ്രവർത്തിക്കാനാകുന്ന വിധത്തിലൊരു എക്സൈസ് പോളിസി എങ്ങനെയാണ് പിന്നീട് വന്നത് എന്നുള്ളതാണ്. ഒരു സമയം ഒന്ന് കേൾക്കണേ, സുജയ്ക്ക് അവസരം കിട്ടുന്നതാ. ഒറ്റ കാര്യമുള്ളൂ. എന്താണ് പിന്നെ സർക്കാർ ഈ പിന്നെ OSS കമ്പനിക്ക് അനുമതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം? ENA എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ. എന്താണത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഈ ENA ഉൽപ്പാദിപ്പിക്കണം ഇവിടെ എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിനല്ലേ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. എന്താണ് ENA എന്ന് പറയുന്നത്? മൊളാസസിൽ നിന്ന് ആദ്യം റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നു, ഡിസ്റ്റിൽ ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ് ENA പുറത്തേക്ക് വരുന്നത്, ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടത്താൻ പോകുന്ന ഒരു കമ്പനിയാണ് കഞ്ചിക്കോട് സ്ഥാപിക്കാൻ പോകുന്നത്. അത് കേവലം ബോട്ടിലിംഗ് യൂണിറ്റ് അല്ല. 24 ആദ്യമേ ഈ ബോട്ടിൽ യൂണിറ്റിനെ കുറിച്ചിട്ടും ഈ പറയുന്ന സർക്കാർ അങ്ങനല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, 24 ഏക്കർ ഭൂമിയിലേക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെ പ്ലാൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 24 ഏക്കർ കൂടുതലില്ലല്ലോ. അല്ല വേണ്ട, 26 ഏക്കർ ഒക്കെ വിട്. സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കമ്പനിക്ക് എന്താ അനുവാദം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ENA ഞാൻ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് 3 കാര്യത്തിന്? ഒന്ന് ഫസ്റ്റ് ബോട്ടിൽ പ്ലാന്റ്, രണ്ടാമത് എന്താണ് എത്തനോൾ പ്ലാന്റ്, എന്താ
എഥനോൾ പ്ലാന്റ്, 3 മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, 4 മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, പിന്നെ ബ്രാൻഡി വൈനറി പ്ലാന്റ്. ഇങ്ങനെ ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? ഇന്ന് MP രാജേഷ് പറയുന്ന കാര്യം എന്താ, എക്സൈസ് മന്ത്രി പറയുന്ന കാര്യം എന്താ, നമ്മുടെ സംസ്ഥാനം പുറത്തു പോയിട്ട് മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും പ്രതിവർഷം 9 കോടി ലിറ്റർ എണ്ണ വാങ്ങിക്കുന്നു. ഇനി പറയട്ടെ 9 കോടി ലിറ്റർ എണ്ണ വാങ്ങിക്കുന്നു. നമ്മൾ ക്യൂ നിന്ന് അത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നു. അതിനേക്കാളും നല്ലത് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനി ഇവിടെ വരുന്നുണ്ട് എങ്കിൽ അവർക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. ആ എണ്ണ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്റ്റിലറിയാണ്, ഡിസ്റ്റിലേഷൻ പ്രോസസ് ആണ്. അത് ഭയങ്കരമായി വെള്ളം ആവശ്യമുണ്ട്. Meet the editors.